ആ ആ ആ. ഇതങ്ങോട്ട് ഇതിങ്ങോട്ട്. ആ വിളമ്പട്ടെ. ആ ആ ആ ഇനി എന്താ? ആ ആ പിന്നെ ഭാഗ്യേ, ചോറ് തികഞ്ഞില്ലെങ്കിൽ പറയണം. ഇനി ഇരിപ്പുണ്ട്. ഇന്ന് കഴിഞ്ഞാലേ ഇനി ഇതെല്ലാം കുഴിവെട്ടി താക്കാനുള്ളതാ. പരിപ്പ് വേണോ രസം വേണോ? പരിപ്പി തുടങ്ങാം. ആ അസല ഒരു കുമ്പിള് അല്ല വേണ്ട. ആ ആ ആ പോകാതെ കഴിച്ചോ. ആ അച്ചാറ്. ആ ആ അതെ, നാരങ്ങ ബെസ്റ്റ് അച്ചാറാ. അതെ ഭാഗ്യേ, ദഹനത്തിനും നല്ലതാ. ആ കഴിച്ചാൽ. കഴിക്ക് ഭാഗ്യേ. എനിക്ക് നോക്കിയിരിക്കാതെ കഴിക്കങ്ങോട്ട്. എനിക്ക് വിശപ്പില്ല. അതെ, വിശപ്പൊക്കെ താനെ ഉണ്ടായിക്കോളും. ഉച്ചക്ക് മകളുടെ കല്യാണത്തിന്റെ സദ്യ ഉണ്ടാകാനുള്ള യോഗം തനിക്കുണ്ടായില്ലല്ലോ, ശരിയല്ലേ? അതുകൊണ്ട് ഇപ്പോ തന്നെ ഊട്ടേണ്ട ഉത്തരവാദിത്വം ഭർത്താവായ എനിക്കാ. ഇതെന്റെ കടമയാ. കഴിക്കുമോളെ. നിന്റെ മകൾ ഇങ്ങനെ ആകാനുള്ള കാരണം നീയാ. നീ കാരണവാ അവൾ എന്റെ മുഖത്ത് ചെളി വാരി തേച്ചത്. അപ്പോ അവളുടെ അടിയന്തര ചോറുണ്ണാനുള്ള യോഗ്യതയും നിനക്കൊണ്ട. നടി നടി. കഴിക്ക്, കഴിക്കടി. മകളുടെ കൊലച്ചോറിന്റെ സ്വാദ് എങ്ങനെയുണ്ട്? നല്ല രുചിയില്ലേ? ഉണ്ടാവും. കഴിക്ക്, ആസ്വദിച്ച് കഴിക്ക്. ഓ ഓ ഷോ. ഉണ്ണുമ്പോ വെള്ളം കുടിച്ചാലേ ഉദരം തളരും. അതുകൊണ്ട് ആദ്യം ഊണ് കഴിക്ക്, എന്നിട്ട് വെള്ളം തരാം. പിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ഭാഗ്യേ. കഴിക്കടി. കഴിക്കാനല്ലേ പറഞ്ഞേ? ഇതിന്റെ ഓരോ വറ്റും കഴിക്കുമ്പോഴും നീ ഓർക്കണം, തറവാടിന് അന്തസ്സുകേട് വരുത്തിയ മകളെ പെറ്റത് വലിയ പാവമായി പോയെന്ന്. ഭാഗ്യേ, ചോറിന്റെ മുന്നിൽ ഇരുന്ന് കരയരുത്. ഈ വീട്ടില് എന്നെങ്കിലും ഐശ്വര്യം ബാക്കിയുണ്ടെങ്കിലേ അതോ ആ വഴിയെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും.
മതി. ഹ, അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഇത് മുഴുവനും കഴിക്കണം. കഴിക്കടി കഴിക്കാൻ. തുള്ളി പോലും താഴെ വീഴരുത്. താഴെ വീണാല് ഒന്നുകളയും. നിന്റെ മകൾ അനുഭവിക്കേണ്ട ഓരോ ശിക്ഷയും നീ അനുഭവിക്കണം. നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. മകളുണ്ടാക്കിയ മാനക്കേടിന് അവളോട് നേരിട്ട് പകരം വീട്ടാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. ഞാൻ ഈ നാടിന്റെ പ്രമാണിയായി പോയി. ഒരുപാട് കഷ്ടപ്പെട്ട് പറ്റിച്ചും തട്ടിച്ചും ഞാൻ നേടിയെടുത്തതാണ് ഈ പ്രമാണി പദവി. ഇനി അതിന് പ്രത്യക്ഷത്തിലൊരു കളങ്കവും വരാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങനെ സ്വയം നീറിപ്പോകുന്നത്.